എന്തിനിങ്ങനെ എന്ത് ആരുടെ കൂടെ എന്റെ റബ്ബേ എന്താ പറ്റിയ എന്താ കാര്യം? ഹലോ ആരാ? ഓഫീസിന്റെ എന്തിനാ? ആരുടെ കൂടെ ആണോ? എന്തൊക്കെയാ എടുക്കുന്നേ? അവിടെ അടുത്തുള്ള ആളാ? അവിടെ എല്ലാരും അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പോ ഇല്ല, ഓഫീസിന്റെ ഉള്ളിലുള്ള. അതെ ഗോവിന്ദേട്ടാ, ഒരു കാര്യമുണ്ട്. ഓഫീസിന്റെ പെണ്ണ് വിളിച്ചോടിയിട്ട്. എന്റെ ഭഗവാനെ, ഞാൻ എന്തീ കേൾക്കണേ? ഞാനിന്ന് രാവിലെ അറിഞ്ഞു, അശോകേട്ടൻ പറഞ്ഞു. നിങ്ങൾ പുറത്തേക്ക് അങ്ങനെ ഇരിക്കാതെ. എന്റെ ജീവിതമാണ് ഗോവിന്ദേട്ടാ അവള് തകർത്തത്. എത്ര സ്നേഹിച്ച ഞാൻ അവളെ സ്നേഹിച്ചതുപോലെ വേറെ ആരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല ഗോവിന്ദേട്ടാ. ഇതാണോ സ്നേഹം എന്ന് പറയുന്നത്? വേറൊരാളുടെ കൂടെ പോകാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു ഗോവിന്ദേട്ടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗോവിന്ദേട്ടാ. എന്തായാലും അവൾ നന്നായിരുന്നു, അല്ലാതെ ഞാനെന്റെ പറയുന്ന ഗോവിന്ദേട്ടാ. സാരമില്ല, വിഷമിക്കാതെ. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നീ ഇന്നും ജോലിക്ക് പോയില്ലേ? ഇന്നും ജോലിക്ക് പോയില്ല, ഫോർമാനായിട്ട് വഴക്കാ. എന്ത് ജോലി, എന്ത് ഫോർമാൻ? എനിക്ക് അവരെ കാശ് വേണ്ടെങ്കിലോ? സ്നേഹം കൊണ്ട് ചോദിക്ക, എന്താ നീ ഇങ്ങനെ? എന്താ നീ തരണത്? ആരത ഈ മരുന്നിന്റെ ലിസ്റ്റൊക്കെ? ആർതല്ല. ഇവനൊരു മനുഷ്യനാ? എന്തൊരു ജന്മമായത്! നന്നാവില്ല കേട്ടാ, ഈ ജന്മം നന്നാവില്ല. ഇന്നെന്തായാലും നല്ലൊരു കറി ഉണ്ടാക്കണം. കുറെ ദിവസമായി നല്ല കറി ഉണ്ടാക്കിയിട്ട്. ഇന്ന് ചാളൊന്നും ആക്കണ്ട, കരിമീൻ എന്തെങ്കിലും മേടിക്കാം. എവിടെ? അവന്റെ കാര്യം ആർക്കറിയാം? കുറെ ദിവസമായി കണ്ടിട്ട്, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നിങ്ങൾക്കൊന്ന് ഉപദേശിച്ചൂടെ? കാരണം നിങ്ങൾ സുഹൃത്തുക്കളല്ലേ. ഉപദേശിച്ചാ കേൾക്കുന്ന ഒരാളെ വേറെ ആരെ പറ്റി വേണമെങ്കിലും പറയാം. അവനെ കുറിച്ച് മാത്രം പറ്റില്ല. എന്താ അവന്റെ ഈ സ്വഭാവം? എന്താ അവനക്ക് പറ്റിയത്? അവൻ കാരണം ഇവിടെ ഒരു സമാധാനവും ഇല്ല ആർക്കും. ഉമ്മ കരച്ചിലോട് കരച്ചില്ല. എത്ര നാളെന്ന് വെച്ചിട്ടാ അങ്ങനെ പോവാ? അവന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും വേദനയുണ്ട്. കല്യാണം വേണ്ടെന്ന് വെച്ച് പോകുന്നതിന് ശേഷമാണ് അവൻ ഇങ്ങനെ. എന്തൊരു ജന്മം അവൻ്റെത്, നന്നാവില്ല. സുഹൃത്തുക്കളായ നിങ്ങളൊന്ന് ഉപദേശിച്ചു നോക്ക്. ഈ പോക്ക് പോയാൽ ഇക്കാന്റെ പോക്ക് എങ്ങോട്ടാന്ന് നിങ്ങൾക്കറിയോ? ഞാൻ പോട്ടെ. അവന്റെ കുടുംബത്തിന്റെ വേദന നമുക്കറിയില്ലല്ലോ, എന്ത് ചെയ്യാനാ? അനുഭവിക്കന്നെ, അല്ലാണ്ട് എന്താ? എവിടെയായിരുന്നു? ഒരുപാടായല്ലോ കണ്ടിട്ട്. സിറാജ് എവിടെ പോയി? 2 ദിവസമായല്ലോ കണ്ടിട്ട്. അവൻ പുറത്തേക്ക് പോയതാ, എപ്പോഴാ വരുമെന്ന് അറിയില്ല. നിന്റെ അടുത്തേക്കാണെന്ന് പറഞ്ഞിട്ടാണല്ലോ പോണത്. കുറച്ച് ദിവസമായി അവൻ കടയിൽ വന്നിട്ട്. കടയിൽ എന്താണ് കാണിച്ചിട്ട് നിങ്ങൾക്ക് അറിയോ? അവൻ കാരണം എത്ര ദിനാറാ നഷ്ടമായത്. ഞാനിതൊക്കെ ആരോടെ പറയാ? അവനെ പറ്റിയുള്ള പരാതികൾ കേൾക്കാനും നേരെയുള്ളൂ. രാവിലെ മുതലേ തുടങ്ങും. ശരിയാ, അവനിപ്പോൾ ആരോടും മിണ്ടാറുമില്ല, സംസാരിക്കാറുമില്ല. ഒരു തരം ജീവിതം. എവിടുന്നെങ്കിലും നല്ല പടം കിട്ടുമ്പോൾ അവന്റെ പ്രശ്നങ്ങൾ തീരും, അല്ലാതെ അവൻ ശരിയായില്ല.
മുട്ടന്മാരായിട്ട് അവൻ മുട്ടിയിട്ടില്ല, അതാണ് അവന്റെ പ്രശ്നം. കയ്യിലിരിപ്പാണോ അതോ അടിയുടെ കുറവാണോ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ എവിടെ ചെന്നാലും അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നതിന് ശേഷമാണ് ഇങ്ങനെ. മനുഷ്യന് മൃഗമാകാം, മൃഗത്തിന് മനുഷ്യനാകാൻ പറ്റില്ലല്ലോ. എന്റെ നഷ്ടം ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. മടക്ക് കളിച്ചിട്ടൊരു 10 ദിനാറ് പോടാ. എന്തായാലും നന്നായി. ആ കാശനക്ക് നാട്ടിലേക്ക് അയക്കാറുന്നില്ല. ഒരു ദിനാവ് നീ കടം ചോദിച്ചാലേ തരില്ല. ഇങ്ങനെയും നിന്റെ കാശ് കുറച്ച് പോട്ടെ. എന്താ ഈ കാണുന്നൊക്കെ? എല്ലാം വലിച്ചു വാരിയിട്ടുണ്ടല്ലോ. അവനാ ആ സിറാജിന്റെ പണിയാ. അശോകേട്ടന്റെ സ്നേഹിതൻ കാണിച്ചതാ പോരെ. ഞാൻ മരുന്ന് കഴിച്ചില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയതാ. ഭക്ഷണമെല്ലാം വലിച്ചെറിഞ്ഞു, അലക്കിയ വസ്ത്രങ്ങളെല്ലാം ടെറസിൽ നിന്ന് താഴെ ഇട്ടു. ഒരു ഭ്രാന്ത് പിടിച്ച പോലെയാ. ഞങ്ങള് പരാതി കൊടുക്കാൻ പോവാ. കമ്പനിയിലേക്ക് കമ്പനി, സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിൽ. ഇനി മുന്നോട്ട് കൊണ്ടുപോകും. സഹിക്കാവുന്നതിൽ പരമാവധി ഞങ്ങൾ സഹിച്ച്. ഇനി സഹിക്കാൻ ഞങ്ങൾക്കാവില്ല. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? അവന് മുഴുത്ത ഭ്രാന്താ. ഭ്രാന്ത് തന്നെയാണ് അവന്, ഭ്രാന്ത്. മുടിഞ്ഞു പോകത്തുള്ള. നിർത്ത്. ആര് പറഞ്ഞാലും ഗോവിന്ദേട്ടൻ അവനെ കുറിച്ച് ഒരു അക്ഷരം പറയരുത്. അശോകേട്ടന് എന്തും പറയാം, അനുഭവിക്കുന്നത് ഞങ്ങളാ. എന്തൊക്കെയാണെന്നറിയോ അവൻ കാണിച്ചു കൂട്ടുന്നത്? അവനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? മാസം മാസം ഗോവിന്ദേട്ടന് മരുന്ന് തരുന്നില്ലേ? അത് അവനാ. അവന്റെ ശമ്പളത്തിൽ നിന്നുള്ള കാശാ, അല്ലാണ്ട് എന്റെ അറിവ് തരുന്നൊന്നല്ല. അങ്ങനെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഗോവിന്ദേട്ടാ, നിങ്ങൾ എന്നും ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? അത് അവന് വേണ്ടിയാ. ഒളിഞ്ഞും തെളിഞ്ഞും കല്യാണത്തലേന്ന് ഒളിച്ചോടിയവനെന്ന് നിങ്ങൾ ഈ റൂമിൽ പറയാത്ത ഒരു ദിവസം പോലുമുണ്ടോ? അവൻ എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അവന്റെ വേദന നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അത് അറിഞ്ഞവനാണ് ഞാൻ. അവന്റെ ദുഃഖം മനസ്സിലാക്കിയവനാണ് ഞാൻ. സ്നേഹമെന്ന വാക്കിനെ അർത്ഥമാക്കാൻ ഉപേക്ഷിക്കുക എന്നൊരു നിർവചനം കൂടിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവനിൽ നിന്നാണ്. തലയിൽ മാരകമായ രോഗം വെച്ച് മരണത്തെ കാത്തു നിൽക്കുന്ന അവൻ എങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കും? അവന്റെ കല്യാണത്തിന്റെ 2 ദിവസം മുമ്പാണ് അവൻ അതറിഞ്ഞത്. ഇതറിഞ്ഞ ഉടൻ കരഞ്ഞുകൊണ്ട് അവൻ എന്നെ വിളിച്ചിരുന്നു. എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ. ഞാൻ പറഞ്ഞു കല്യാണം നടക്കട്ടെ എന്ന്. പക്ഷേ അവൻ ആ സുഖവും സന്തോഷവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങ് പോന്നു. ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അവൾ വിധവയായി നടക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന്. ഞാൻ എന്തിനിക്കാര്യം നുണ പറയണം? അവൻ എന്നോടൊരു റിക്വസ്റ്റ് ചെയ്തിരുന്നു, ആരും ഒരിക്കലും അറിയരുതെന്ന്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിതറിയും. 1 മാസം മുമ്പ് ഇവിടുത്തെ ഒരു ഡോക്ടറുമായി അവന്റെ രോഗം കൺസൾട്ട് ചെയ്തിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണമെന്ന്. 50-50 ചാൻസ് ആണത്രേ. നാളെ ആ ഓപ്പറേഷൻ. ആരും വിഷമിക്കരുത്, അവനത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ കാണിച്ചു കൂട്ടിയതെല്ലാം. അവന് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ വീഴരുതെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. ആരും അവന്റെ അസുഖം അറിയരുതെന്നും അവൻ ആഗ്രഹിച്ചിരുന്നു. ആരും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ അവൻ വിശ്വസിച്ചോട്ടെ. അശോക, എന്താടാ ഇങ്ങനെ? നമുക്ക് പ്രാർത്ഥിക്കാം, ഉള്ളുരുകി പ്രാർത്ഥിക്കാം. ലോകത്തെ സർവ്വദൈവങ്ങളെയും വിളിക്കാം. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല അശോക. അവന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടാൻ നമുക്ക് യാചിക്കാം. അവൻ ഹോസ്പിറ്റലിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ നിങ്ങൾ ആരും ശപിക്കരുത്. ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഗോവിന്ദേട്ടനെ പോലുള്ളവരുടെ പ്രാർത്ഥന അവനെന്നും ഉണ്ടാവും. എനിക്കത് ഉറപ്പാ. എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ? സഹിക്കാൻ പറ്റുന്നില്ല അവന്റെ കാര്യം. എല്ലാവർക്കും ഉണ്ടോ പ്രശ്നം? എനിക്ക് വലിയ പ്രശ്നം. ഇതൊന്നും പ്രശ്നം. എല്ലാരും കൂടി കരയാൻ തുടങ്ങിയാൽ ഇത് എവിടെ എത്തും? കരയൊക്കെ കരയൊക്കെ. നീ കരഞ്ഞ ഞങ്ങളും കൂടി കരയുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. ഞാൻ അവനെ എന്തൊക്കെ പറഞ്ഞു. ഈ പാവല്ല എവിടെ കൊണ്ട് കഴിക്കളയും. എന്റെ ദൈവമേ, ഒരു മാപ്പ് പറയാനുള്ള അവസരമെങ്കിലും അവനെനിക്ക് തരുമോടാ? അങ്ങനെ പറയില്ലടാ. അവൻ പഴയ സിറാജായി തന്നെ വെച്ചോടാ.
ഇങ്ങനൊന്നും കരയണ്ട. പേടിക്കണ്ട, ഞാൻ അകത്തേക്ക് കയറുന്നില്ല. അകത്തേക്ക് കയറി നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരു ദുരന്തം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതം ആടിത്തീർക്കാനുള്ളതാണ്. വാദ്യോപകരണങ്ങളുടെ താളത്തിനൊത്ത് ആടണം, പാടണം. വാദ്യോപകരണങ്ങളിൽ അവസരം ഉണ്ടാകുമ്പോഴും നമ്മൾ ആടിക്കൊണ്ടേയിരിക്കും. ആ ആട്ടം നിർത്താൻ നമ്മൾക്കാവില്ല. അതെ, വിധിയുടെ താണ്ഡവത്തെ തടുക്കാൻ നമ്മൾക്കാവില്ല. വെയിലും മഴയും കൊടുങ്കാറ്റും സുനാമിയും ഉണ്ടാകും. അതിൽ നിന്നും രക്ഷപ്പെട്ടവർക്കായി വീണ്ടും വാദ്യോപകരണങ്ങൾ സംഗീതം പൊഴിക്കും. വീണ്ടും നമ്മൾ ആട്ടം തുടരും, കുഴഞ്ഞു വീഴുന്നതുവരെ. ഞാൻ അകത്തേക്ക് കയറാതെ പോവുകയാണ്. ഈ റൂമിൽ ഒരു ദുരന്തം സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സംഭവിച്ചിട്ടല്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുമില്ല. അവൻ രക്ഷപ്പെടട്ടെ, ദൈവം അവനെ രക്ഷപ്പെടുത്തട്ടെ. അവൻ രക്ഷപ്പെടാതെ ഈ ലോകത്ത് വേറെ ആര് രക്ഷപ്പെടാനാണ്? അവനെ ദൈവം രക്ഷപ്പെടുത്തും. ഞാൻ അകത്തേക്ക് കയറിയില്ലെങ്കിലും അവൻ രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.